ഇപ്പൊ ബ്ലൂഫിൻ എന്ന് പറഞ്ഞ് ഒരു വില്ല പ്രൊജക്ട്, ഒരു വില്ല പ്രൊജക്ട് ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണ്ടേ? ആദ്യം സ്ഥലം വേണം, നല്ല കണ്ണായ സ്ഥലത്ത് സ്ഥലം വേണം, വളരെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലം വേണം. അങ്ങനത്തെ പ്രൊജക്ടുകളൊക്കെ തുടങ്ങാൻ എവിടെ നിന്നാണ് ഇവർക്ക് പണം? ഫിറോസിന്റെ വാപ്പാന്ന് പറഞ്ഞത് KSRTCയിലെ ഒരു ഡ്രൈവറായി റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് പരമ്പരാഗതമായി ഒരു സ്വത്തുമില്ല. ലീഗിലെ പല നേതാക്കന്മാരും പ്രവർത്തകരായിട്ടുള്ള KMCCക്കാർ ഉൾപ്പെടെയുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ വഞ്ചിച്ച് അവരുടെ പണം എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് അവരുടെ കൂടെ ബിസിനസ്സിൽ പങ്കാളികളായി, എന്നാൽ ഇവർക്ക് ഇറക്കാനുള്ള പൈസ ഫണ്ട് പിരിവിലൂടെ കിട്ടുന്നത് വേറെ നിലക്കും ഇറക്കി മുതലാളിമാരാവുക. തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഫിറോസിന്റെ വീട്ടില് പണം കായ്ക്കുന്ന ആരുണ്ട്? അപ്പൊ ഞാൻ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു ഞാനും. ഇന്റെ സാമ്പത്തികമായിട്ട് ഞാൻ അന്ന് ഇന്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോവാന്നല്ലാതെ അവിടുന്ന് പൈസ ഇങ്ങോട്ട് വന്നിട്ടില്ല. പാലക്കാട് കുടുംബത്തിന്റെ ഫിറോസിന്റെ കുടുംബത്തിന്റെ പേരിൽ ഒരു അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അല്ല, പാലക്കാട് കുടുംബത്തിന് അപ്പൊ ഇതിലേക്ക് എന്തിനാ വലിച്ചെടുക്കണം? അവർക്ക് എന്താ വരുമാനം, ജോലി എന്താ ചെയ്യുന്നത്? ആര്? അപ്പൊ പാണക്കാട്ടെ തങ്ങന്മാരെ മാതിരിയാണ് ഫിറോസ്? അതല്ല, അത് ആയിക്കൂടെ. നിങ്ങളിപ്പോ ഏതെങ്കിലും പള്ളിയുടെ കാവിയാക്കുമെന്നുള്ളൂ എനിക്കറിയില്ല. ഫിറോസിന് ഇപ്പൊ കാവിയാക്കാമല്ലോ. കാവിയാക്ക ഫിറോസിനെ, എനിക്ക് ഫിറോസിനെ കാവിയാക്കാമല്ലോ. ഇപ്പൊ കാവിക്ക് പാണ്ഡിത്യം വേണ്ടെന്നല്ലേ പറഞ്ഞ് നമ്മളെ അബ്ദുൾ സമദ് പൂക്കോട്ട്. അന്വേഷണത്തിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, അന്വേഷണം എവിടെ നിന്ന പരാതി കൊടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ അന്വേഷണം അല്ല, പരാതി കൊടുത്തിട്ട് എപ്പോഴാണ് കൊടുത്തത്? നേരത്തെ കോടതി കൊടുത്തിട്ടുണ്ട് കത്തുവാ ഫണ്ട്. അത് കോടതിയിൽ ഇപ്പോഴും ഉണ്ട്. കുന്നമംഗലം കോടതിയിൽ പ്രസ്താവന വന്നിട്ടില്ല. ഇല്ലാന്ന് പറഞ്ഞ ഒരു വിധി വന്നിട്ടില്ല. കുന്നമംഗലം കോടതി ഇവരെ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞു. ആ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞ വിധി ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ ചെയ്തു. അവർ സ്റ്റേ ചെയ്യിച്ചു. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം ബന്ധപ്പെട്ട പരാതിക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യും. അതോടുകൂടി കുന്നമംഗലം സബ് കോടതിയിലെ അതുമായി ബന്ധപ്പെട്ട കേസ് വിചാരണ കിട്ടും. അല്ല, അതൊക്കെ ഇപ്പൊ ഇതിന് പ്രാമുഖ്യം നൽകുക. മത്സരിക്കുന്നതും മത്സരിക്കാത്തതും ഞാൻ മത്സരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഞാൻ നിങ്ങളോട് മത്സരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നല്ലേ മത്സരിക്കൂല എന്നല്ലേ? തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും. അതൊക്കെ ഇപ്പൊ ഞാനെന്തെങ്ങനെ എങ്ങനെ അല്ല, മത്സരിക്കൂലെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാൻ പാർട്ടിക്ക് നമ്മളൊരു അവസരം കൊടുക്കുകയാണല്ലോ. ആ കൊടുക്കണം. എല്ലാവരും ലീഗിന്റെ MLA ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ മത്സരിക്കുന്നില്ല? മത്സരിക്കാൻ അവസരം നൽകണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി കൊടുത്തിരിക്കുക.